എല്ലാവർക്കും പ്രൊമോ റിവ്യൂയിലേക്ക് സ്വാഗതം. ഈ റിവ്യൂ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ നയന തന്നെയാണ് ദേവയാനിക്ക് കരൾ കൊടുക്കുന്നത്. അത് ഡോക്ടർമാർ സമ്മതിക്കുന്നു, ടെസ്റ്റുകളൊക്കെ നടത്തുന്നു, എല്ലാം യോജിക്കുന്നതാണോ എന്നറിയണമല്ലോ. അപ്പം ഇതെല്ലാം നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് ജയനും ആദർശം പുറത്ത് നിൽപ്പുണ്ട്. അന്നേരം ജയൻ പറയുന്നുണ്ട്, നയന് ശരിക്കും നമ്മുടെ കുടുംബത്തിലെ ഒരു കുട്ടിയായി തന്നെ ജനിക്കേണ്ടതായിരുന്നു, എൻ്റെ മോളായിട്ടോ അങ്ങനെ എന്തെങ്കിലും. പിന്നെ അങ്ങനെ ജനിച്ചില്ല എന്ന് കരുതി കുഴപ്പമൊന്നുമില്ല. നിൻ്റെ കല്യാണ സമയത്ത് പുരോഹിതൻ പറഞ്ഞ പോലെ നമ്മുടെ വീടിൻ്റെ ഐശ്വര്യവും പുണ്യവും ഒക്കെയാണ് നയനമോള് എന്ന് ജയൻ പറയുന്നുണ്ട്. പിന്നീട് ആദർശ് വീട്ടിൽ വരുമ്പോൾ മുത്തശ്ശനോടും മുത്തശ്ശിയോടും മാത്രം ഈ കാര്യങ്ങളെല്ലാം പറയുന്നുണ്ട് കേട്ടോ. അന്നേരം മുത്തശ്ശി പറയുന്നുണ്ട്, ഹൃദയം കൊടുക്കണം എന്ന് പറഞ്ഞാൽ അതും കൊടുക്കും നയനമോളെ. എന്നിട്ടും നയനമോളെ ദേവയാനി മനസ്സിലാക്കുന്നില്ല എങ്കിൽ ഇനി എന്നാണ് നിൻ്റെ അമ്മ ഇതൊക്കെ തിരിച്ചറിയുന്നേ എന്ന് മുത്തശ്ശി വിഷമത്തോടെ ആദർശനോട് ചോദിക്കുന്നുണ്ട്. മറ്റാരോടും പറയുന്നില്ല, കാരണം അവർ അതിൻ്റെ അകത്തും കുത്തിത്തിരിപ്പായിട്ട് വരുമല്ലോ, അതുകൊണ്ടാണ്. അത് കഴിഞ്ഞ് ഹോസ്പിറ്റലിൽ നയനെ വിളിച്ചിട്ടൊന്നും കിട്ടുന്നില്ല. ദേവയാനിയെ കാണാനായിരിക്കും നമ്മുടെ കനക വരുന്നുണ്ട്. അപ്പം കനക ചോദിക്കുന്നുണ്ട്, മോനെ നയനെ ഇവിടെ ഇല്ല, ഞാൻ രാവിലെ തൊട്ട് വിളിക്കുമ്പോഴൊന്നും അവൾ ഫോൺ എടുക്കുന്നില്ല എന്ന് പറയും. അന്നേരം എല്ലാവരോടും പറയണ്ട എന്ന് പറഞ്ഞായിരുന്നല്ലോ ആദർശനോട്. അതുകൊണ്ട് തന്നെ ആദർശ് പറയും, ഇവിടെ ഉണ്ടായിരുന്നു, ചിലപ്പോൾ പുറത്തേക്ക് പോയതാണ് എന്നൊക്കെ പറയുന്നുണ്ട്. ഇങ്ങനെ ഒരു ഓപ്പറേഷൻ നടക്കുന്ന കാര്യം കനകയോട് പറയുന്നില്ല. ഏതായാലും അമ്മയല്ലേ, കനകയും അതുപോലെ ഗോവിന്ദനെയും ഒക്കെ ഒന്ന് കാര്യങ്ങൾ അറിയിച്ചിട്ട് ചെയ്താൽ മതിയായിരുന്നു. പിന്നെ ടെസ്റ്റ് എല്ലാം കഴിയുമ്പോൾ പറയുമായിരിക്കാം. ഏതായാലും നമ്മുടെ നയന അകത്ത് കിടക്കുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. ഓരോ ടെസ്റ്റുകളും ചെയ്തു നോക്കുന്നതിന് വേണ്ടിയുള്ള കാര്യങ്ങൾക്കൊക്കെ വേണ്ടി അകത്ത് കിടക്കുന്നതായിരിക്കും. ഇതൊക്കെയാണ് പ്രൊമോ വിശേഷങ്ങളായിട്ട് കാണിച്ചത്.